ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ചേസി യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ ക്ലാസ് കാണുക. കാരണം SCERT നമ്മുടെ PSCക്ക് എന്തോരം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ ഓരോ PSC ആസ്പിറൻസിനും അറിയാം. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 ചാപ്റ്റർ ഒന്ന് കാണുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതും കാണുക. അപ്പോൾ വരും ദിവസങ്ങളിൽ, അതായത് ഈ ഒരാഴ്ചയോട് കൂടി തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ മുന്നേറുന്നതാണ്. SCERT നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, എല്ലാ ക്ലാസ്സും നമ്മൾ സോഷ്യൽ സയൻസ് മാത്രമല്ല, നമുക്ക് സയൻസും മലയാളം, മാത്സ് എന്ന് വേണ്ട എല്ലാ സബ്ജക്റ്റും നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അത്യാവശ്യം നല്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഡെയിലി കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ അത് എല്ലാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചേസി യുവർ ഡ്രീം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അല്ലെ. 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ട് 75 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഭരണഘടനയിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇനിയും വരും. ഇതിൽ നിന്നും, ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് 7ാം ക്ലാസ്സിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ ഇതിലും കുറച്ച് ഭേദഗതികളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി, പ്രധാനമായിട്ടും നമ്മുടെ ഈ 75 വർഷം തികഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട്, കുറച്ച് ഭേദഗതികളെ പറ്റി പറയുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഭരണഘടന വഴിയും വഴികാട്ടിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എന്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ മനസ്സിലെ ഇന്ത്യ, ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ യങ് ഇന്ത്യ 1931 യങ് ഇന്ത്യ പുറത്തിറങ്ങിയത് 1931 മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് യങ് ഇന്ത്യ ഏത് വർഷം? 1931. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ആണോ? അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 അല്ലെ. 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ചത് 49 ഭരണഘടന നിലവിൽ വരുന്നത്, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 അപ്പോൾ അതുവരെ നമുക്ക് ഭരണഘടന ഇല്ലേ? അതുവരെ നമ്മൾ എന്തിനെ ആധാരമാക്കിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നമ്മളെ ഭരിച്ചിരുന്നത്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? നമുക്കത് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? അല്ല. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? ഇതൊക്കെയാണ് പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. നമുക്ക് നോക്കാം. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. അപ്പൊ അവരുടെ സ്വപ്നമായിരുന്നു ഭരണഘടന. ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു ആശയമല്ല ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭരിക്കാൻ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ ചില സ്ക്രിപ്റ്റ്, അതായത് നമ്മുടെ ചില എന്തൊക്കെ പറയാം, നമ്മൾ അശോക ശാസനം അല്ലെ, അശോക സ്തംഭത്തിലൊക്കെ ശാസനങ്ങൾ എഴുതി വെക്കുക, അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഉണ്ട് ഒരു ഭരണഘടന. ഭരിക്കണമെങ്കിൽ ഒരു ഘടന ആവശ്യമാണ്. ഒരു ഭരണഘടന എന്നുള്ള ആശയം പണ്ട് മുതൽക്ക് തന്നെ ഉണ്ട്. ബ്രിട്ടീഷ് ജനാധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ഇപ്പൊ എന്താണ്? ജനങ്ങൾക്കിടയിലെ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് നമ്മുടെ 1857 1ാം സ്വാതന്ത്ര്യ സമരം സഹായകമായി. ദേശീയ ബോധം
ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്തു? അവർക്ക് ദേശീയത എന്നൊരു ബോധം എല്ലാവരിലും ഉണ്ടാവുകയാണ്. അപ്പൊ അതിനുശേഷം അവർ എന്ത് ചെയ്തു? ഓരോ പ്രാദേശിക സംഘടനകളൊക്കെ രൂപീകരിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ തുടങ്ങിയവ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പൊ ഇതെല്ലാം പ്രാദേശിക സംഘടനയാണ്. അപ്പൊ പ്രാദേശിക സ്വഭാവം മാത്രം പോരാ, നമുക്ക് ദേശീയ തലത്തിൽ ഒരു സംഘടന വേണം എന്ന് പറഞ്ഞതോടുകൂടി 1885, കൃത്യം ഡേറ്റ് പറഞ്ഞാൽ ഡിസംബർ 28-നാണ് INC രൂപീകൃതമാകുന്നത്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മുടെ INCയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? INCയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നിവയായിരുന്നു. അപ്പൊ നമുക്കറിയാം INC രൂപീകൃതമായതിനു ശേഷം ഉണ്ടാകുന്ന എല്ലാ പ്രക്ഷോഭങ്ങളും INCയുടെ കീഴിലാണ്. INCയുടെ കീഴിൽ എല്ലാ നേതാക്കളും ഒത്തുചേർന്ന് അവരൊരു വൻ ദേശീയ പ്രക്ഷോഭമായിട്ടാണ് ബാക്കിയുള്ള ബാക്കിയുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ എന്താണ്? ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദമൊക്കെ നമുക്കറിയാം, മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം, പരമാധികാരം, അത് തന്നെയായിരുന്നു അവരുടെ അടിസ്ഥാന ആശയം. ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്: ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ? ശരിയാണ്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം. എങ്ങനെയുള്ള സമത്വമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ എന്താണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം. അത് തന്നെയല്ലേ നമുക്ക് ഇപ്പോഴും ഉള്ളത്? നമ്മൾ സമത്വം എന്ന് പറയുമ്പോഴും അത് എങ്ങനെയാണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വമാണ്. നമുക്ക് സമത്വമുണ്ട്, എല്ലാവരും ഭരണഘടനയുടെ മുന്നിൽ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ട്രൈബ്സ് ഉണ്ട്, പിന്നെ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെ പിന്നാക്ക വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അത് സമത്വത്തിനെതിരല്ല. അതെന്താണ്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്.
അപ്പൊ ഈ ചിത്രം നോക്കുക, ഇതിൽ കുറെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. അപ്പൊ ഇതൊക്കെയാണ് അവര് ആഗ്രഹിച്ചത് എന്നാണ് പറയുന്നത്. ഇനി ഭരണഘടനയുടെ മുൻഗാമി, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴാണ് ഈ 50 ജനുവരി 26 മുതൽക്കാണോ ഇന്ത്യ ഒരു ഭരണഘടനയിൽ ഊന്നിയ ഭരണം കൈക്കൊണ്ടത്? അല്ല. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ? അപ്പൊ ഭരണഘടനയ്ക്ക് ഒരു മുൻഗാമിയുണ്ട്. എന്താണത്? നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഇത് അറിഞ്ഞൂടാത്തവര് എഴുതി വെക്കുക, ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ ഇതേ സംശയം ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംശയം ഈ കുട്ടിയുടെ മനസ്സിലുണ്ട്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? അപ്പൊ അതുവരെ എന്തിൽ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ഭരണം നടന്നത്? എന്തായിരുന്നു? 1935 ബ്രിട്ടീഷുകാർ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആ നിയമസംഹിതയായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആകും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പൊ താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ കണ്ടെത്തുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് നോട്ട് വേണമെന്നുള്ളവർ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് കണ്ടിട്ട് കമന്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഞാൻ നോട്ട് അയച്ചു തരുന്നതാണ്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഒരു കുട്ടി നോട്ട് വേണം എന്ന് കമന്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല. പ്ലീസ് കോൺടാക്ട് മീ ഓൺ ടെലഗ്രാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ടെലഗ്രാമിൽ, അതായത് നമ്മുടെ ഡയമണ്ട് ബാച്ചിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും ഡയമണ്ട് ബാച്ചിൽ കമന്റ് ചെയ്യുക. ഡയമണ്ട് ബാച്ചിൽ ഒന്നിനും എനിക്ക് പേഴ്സണലായിട്ട് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ നോട്ട്സിൽ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നതാണ്. ഡയമണ്ട് ബാച്ചിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ ഡയമണ്ട് ബാച്ചിന്റെ ലിങ്ക് തരുന്നതാണ്. ഡയമണ്ട് ബാച്ചിൽ ഇല്ലാത്ത ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകൾ. അതിന്റെ സവിശേഷതകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ആദ്യം തന്നെ 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇപ്പോഴും ഇല്ലേ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, ഇവർക്കൊക്കെ പ്രത്യേക മണ്ഡലങ്ങൾ? നമുക്ക് വനിതാ മണ്ഡലങ്ങളില്ലേ? വനിതാ മണ്ഡലങ്ങളുണ്ട്. പിന്നെന്താണ്? SC ST മണ്ഡലങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള പ്രത്യേക മണ്ഡലങ്ങൾ. തൊഴിലാളികൾ, അങ്ങനെ ഒരു മണ്ഡലം നമുക്ക് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ്, പിന്നാക്ക മുസ്ലിം മണ്ഡലങ്ങൾ ഉണ്ട്, നമുക്കുണ്ട്, മണ്ഡലങ്ങളുണ്ട്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. നമുക്ക് ദ്വിമണ്ഡല സഭയല്ലേ? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ഇവിടെ പ്രവിശ്യകളുടെ കാര്യമാണ് പറയുന്നത്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. നമുക്ക് രാജ്യസഭയുമുണ്ട്, ലോക്സഭയുമുണ്ട്. ബൈക്യാമറലിസം. ഭരണഘടന നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അപ്പോൾ ഓർത്തിരിക്കുക, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഈ ലക്ഷ്യം മുൻനിർത്തി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ മിഷൻ അല്ലെങ്കിൽ കമ്മീഷൻ, അതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ ഇത് നമുക്ക് വളരെയധികം ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ 17 ദിവസം ചില പരീക്ഷകളിലൊക്കെ ഓപ്ഷൻ 18 എന്നൊക്കെ കിടപ്പുണ്ട് ചിലതിൽ. ഇപ്പൊ നമുക്ക് ഇത് ചലഞ്ച് ചെയ്യാനാകും. ഭരണഘടനാ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. പക്ഷേ
ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6-നാണ് രൂപീകൃതമായത് എന്നത് കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ നമ്മുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. കാരണം ആ സഭയിലെ ആ സമയത്തുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസംബർ 6-ന് രൂപീകൃതമായ സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഡിസംബർ 9-ന് അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഡിസംബർ 11-നാണ്. ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ നവംബർ 26 ഭരണഘടനാ ദിനമായി അല്ലെങ്കിൽ നിയമ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. അപ്പൊ നമ്മുടെ ഭരണഘടന രൂപീകരിക്കാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നമുക്കറിയാം 7 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചത്. അപ്പൊ നമ്മുടെ ഭരണഘടന ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടനയെ വിശകലനം ചെയ്ത് അവയിൽ നിന്ന് നമ്മുടെ രാജ്യം നമുക്കറിയാം ഒത്തിരി സംസ്കാരങ്ങളും ഒത്തിരി ഭാഷകളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സംസ്കാരവും അത്രയും ഭാഷകളും അത്രയും ജീവിത ശൈലികളും ഉള്ള ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന വരുമ്പോൾ അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ BR അംബേദ്കർ ഒരുപാട് രാജ്യങ്ങളുടെ ഭരണഘടനയൊക്കെ പഠിച്ച് അതിൽ നിന്നും പല കാര്യങ്ങളും ബോറോ ചെയ്തിട്ടുള്ള ഒരു ബോറോയിങ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. സവിശേഷതകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ അതിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദവും 8 പട്ടികയുമാണ് ഉണ്ടായിരുന്നത്. 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദം, 8 പട്ടിക. അപ്പൊ ഇപ്പോഴാണെങ്കിൽ 470, ഈ 395 എന്ന് പറയുന്നത് 470 ആയിട്ടുണ്ട് അല്ലെ, 470 ഈ 8 പട്ടിക എന്ന് പറയുന്നത് എത്രയായി? 12 പട്ടികകളായി. 22 ഭാഗങ്ങൾ എന്ന് പറയുന്നത് എത്ര ഭാഗമായി മാറിയിട്ടുണ്ട്? 25 ഭാഗം. ഇപ്പോൾ 470 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് നമ്മുടെ 25 ഭാഗങ്ങളുമാണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വളരെ പ്രാവശ്യം പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം. ഇത് ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. അപ്പൊ അത് നമുക്ക് നോക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. എന്താണ്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അല്ലെ. നമ്മുടെ ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും മോശമായിട്ടൊന്ന് വീണു കഴിഞ്ഞാൽ അപ്പോഴേ എന്ത് ചെയ്യും? അപ്പോഴേ നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ ഒപ്പോഴേ കൂടി എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അവരോട് ചോദിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ
നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ രാജ്യത്തെ തക്കതായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ഥാനം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ അകപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇതാണ് പാർലമെന്ററി ജനാധിപത്യം. ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ പാർലമെന്റ് നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അപ്പൊ ജനങ്ങൾക്കാണ് പരമാധികാരം. പരമാധികാരി ആരാണ്? ജനങ്ങളാണ്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് അവരെ തന്നെ ഭരിക്കുന്നത്. അപ്പൊ അവരാണ് തീരുമാനമെടുക്കുന്നത് നമ്മൾ എങ്ങനെ ഭരിക്കാം, ആരാൽ ഭരിക്കപ്പെടണം. പിന്നെന്താണ്, ഓരോ പാർട്ടികൾക്ക് നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. ഓരോ പാർട്ടിക്കും ഓരോ കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും. ഇന്ന പാർട്ടി ഇത്തരം കൺസെപ്റ്റുകളാണ് അവർക്കുള്ളത്, അതിനനുസരിച്ച് വേണം ഞാൻ ഭരിക്കപ്പെടാൻ. അത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യുക വഴി നമ്മൾ എങ്ങനെ ഭരിക്കപ്പെടണം എന്നുകൂടി ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഇതാണ് മൗലിക അവകാശങ്ങൾ. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. ഓരോ വ്യക്തിക്കുമുള്ള ഉത്തരവാദിത്തമാണ് മൗലിക കടമകൾ. നമുക്ക് രാഷ്ട്രം മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൗലിക കടമകൾ രാഷ്ട്രത്തോടും കാണിക്കേണ്ടതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അതായത് നമുക്ക് ചില സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രകാരമാണ്. നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് മുന്നിൽ വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പൊ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഒരു കൊലക്കുറ്റം അല്ലെങ്കിൽ ഒരു മോഷണം ആര് ചെയ്താലും, അതിനി ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഇവിടുത്തെ MLA ചെയ്താലും മന്ത്രി ചെയ്താലും ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്താലും എല്ലാവർക്കും ആ കുറ്റം ഒരുപോലെയാണ്. പിന്നെ ഓരോരുത്തരുടെ പിടിപാടനുസരിച്ച് രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ഭരണഘടനയിൽ. അതിന് ഒരൊറ്റ ശിക്ഷയെ അതിൽ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് ഓരോ കുറ്റങ്ങളും കൈകാര്യം ചെയ്യുന്നത്, ഓരോ അവകാശങ്ങളായാലും അല്ലേ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇപ്പൊ ഇന്ത്യയിൽ വോട്ടവകാശം എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ്. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അല്ലെ. നമ്മുടെ കോടതി സംവിധാനങ്ങൾ നമ്മുടെ നിയമനിർമ്മാണത്തിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നുമൊക്കെ സ്വതന്ത്രമാക്കപ്പെട്ടതാണ്. ഒരു നിയമം പാസ്സായിരിക്കുകയാണ്, ഒരു നിയമം പാസ്സാക്കുകയാണ്. ആ നിയമത്തെ ചോദ്യം ചെയ്യാൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മുടെ കോടതികൾക്കുണ്ട് അല്ലെ. നമ്മുടെ കോടതികൾ അത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ, ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗങ്ങൾ അവർ ചെയ്യുന്ന, അതായത് അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതും കോടതി ചോദ്യം ചെയ്യാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഈ നിയമനിർമ്മാണ സഭയ്ക്കോ കാര്യനിർവഹണ വിഭാഗങ്ങൾക്കോ കോടതിയെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഭരിക്കാൻ കഴിയില്ല. കോടതിയെ കയറി അവർക്ക് ഭരിക്കാനൊന്നും പറ്റില്ല. അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കൊക്കെ വിധി പറയാൻ ആർക്ക് കഴിയും? നമ്മുടെ ഈ കോടതി സംവിധാനത്തിന് കഴിയും. അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഇന്ത്യ ക്വാസി ഫെഡറൽ ആണ്. അതായത് നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു സംസ്ഥാന സഭ പാസാക്കുന്ന നിയമം ചോദ്യം ചെയ്യാൻ കേന്ദ്രത്തിന് പൂർണ്ണ അധികാരമുണ്ട്. അതായത് കേന്ദ്രം പറയുകയാണ് ആ നിയമം ശരിയല്ല, അതവിടെ പാസ്സാക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കയറി പറയാൻ പറ്റൂല ഇത് എന്റെ അധികാരമാണ് എന്ന് പറയാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ ഉത്തരവുകൾ അംഗീകരിക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥരാണ്. നമുക്ക് വേണമെങ്കിൽ ചില ബില്ലിനോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതികൂലിക്കാം അല്ലെ. ഞങ്ങൾ ഈ ബില്ലിനോട് അനുകൂലിക്കുന്നില്ല എന്ന രീതിയിൽ നമുക്ക് പ്രതികൂലിക്കാം. പക്ഷെ ഒരു നിശ്ചിത എണ്ണം സംസ്ഥാനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ബില്ല് നിയമമാകും. ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ലിന് പ്രതികൂലിച്ചാണ് വോട്ട് ചെയ്തത് എന്ന ഒരു കാരണം കൊണ്ട് നമുക്കത് ബാധകമല്ല എന്നില്ല. ഒരു ബില്ല് നിയമമായി കഴിഞ്ഞാൽ രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെ ബാധകമാണ്. അതുപോലെ തന്നെ ചില
സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന നിയമങ്ങൾ കേന്ദ്രത്തിന് ഉചിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് അത്തരം ബില്ലുകൾ നിയമങ്ങളൊന്നും പാസ്സാക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് നമ്മൾ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അതായത് അമേരിക്ക അറിയാലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അവരുടെ സ്റ്റേറ്റ്സിന് പ്രത്യേക അവകാശങ്ങളുണ്ട്. അതിൽ കേന്ദ്രം അധികം ഇടപെടില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഏകപൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവരുടെ രാജ്യത്തിനും ഓരോ പൗരത്വമുണ്ട്. അതുപോലെ തന്നെ ഓരോരോ സ്റ്റേറ്റ്സ്, അവിടുത്തെ ഓരോ സ്റ്റേറ്റ്സിന് പ്രത്യേക പൗരത്വമുണ്ട്. ഇവിടെ അങ്ങനെയുണ്ടോ? ഇല്ല. നമ്മൾ കേരളീയൻ എന്നും പറയും. നമ്മുടെ കയ്യിൽ ഒരു ID കാർഡ് ഉണ്ടോ? കേരളൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. നമുക്ക് ഇന്ത്യക്കാർക്കായിട്ട് ഇന്ത്യൻ എന്ന രീതിയിൽ ഒരൊറ്റ ID പ്രൂഫ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവൂ. അല്ലാതെ ഐ എം എ കേരളൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊരു പ്രൂഫ് ഇല്ല. അതായത് നമുക്ക് ഏക പൗരത്വമാണ്. നമുക്ക് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യക്കാരൻ. അത് ഇന്ത്യൻ എന്നതാണ് നമ്മുടെ പൗരത്വം. ഇനി താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയല്ലാത്തതിന് നേരെ വേണ്ട ഈ സ്മൈലിയും തെറ്റായതിന് നേരെ ഈ സ്മൈലിയും ഇടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ആണോ? കോടതികൾ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ കീഴിലാണോ? അല്ല. കോടതികൾ നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവര് ഒരു സർക്കാരിന്റെയും കീഴിലല്ല, അല്ലെ? സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ടോ? ഉണ്ടോ? അതെങ്ങനെയാണ്? സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന് ചില പ്രത്യേക അധികാരങ്ങൾ നമ്മുടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ടോ? അവർക്ക് വേണമെങ്കിൽ ചില നിയമങ്ങളൊക്കെ പാസ്സാക്കാം, അല്ലേ? അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പല കൾച്ചറിലും പല ഭാഷയിലും ഒക്കെ പെട്ട ആളുകളുടേതാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ അനുസരിച്ചുള്ള നിയമങ്ങൾ നമുക്ക് പാസ്സാക്കാം. അതായത് ചില സംസ്ഥാനങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലയിടത്ത് ഗോവധ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്, അല്ലേ? എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് എന്നാണോ? ഉണ്ട്, അല്ലേ? അതായത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, കൺകറന്റ് ലിസ്റ്റും ഉണ്ട്, യൂണിയൻ ലിസ്റ്റും ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. പക്ഷെ എന്നിരുന്നാലും അതിൽ കേന്ദ്രത്തിന് ഇടപെടാം എന്തെങ്കിലും ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആൺ പെൺ ജാതി മത വ്യത്യാസമില്ലാതെ 18 തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകുമോ? ഇല്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അങ്ങനെയാണോ? അല്ല. നമ്മൾ പാർലമെന്ററി സംവിധാനമാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ പാർലമെന്റിന്റെ നിയന്ത്രണം എപ്പോഴും ഉണ്ടാകും, അല്ലെ? നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർമ്മിക്കുന്ന ഏതൊരു നിയമവും എന്തിനടിസ്ഥാനമാക്കിയായിരിക്കണം? നമ്മുടെ ഭരണഘടന അടിസ്ഥാനമാക്കിയായിരിക്കണം. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് ചില നിയമങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയും. അതിന് ഭരണഘടന ചില അതിർവരമ്പുകളൊക്കെ നിർണയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ ഗോവധ നിരോധന നിയമം പാസ്സാക്കിയതും അതുപോലെ തന്നെ മദ്യനിരോധനം അങ്ങനെയുള്ള സംഭവം. പിന്നെ കേരളത്തിൽ നമ്മൾ കേരള ഗവേണൻസ് ആക്ട് എന്നൊക്കെ പഠിക്കത്തില്ലേ? നമ്മൾ കേരളത്തിന് മാത്രമായിട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കാം. പക്ഷെ അത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടായിരിക്കണം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ നിയമത്തിന്റെ വ്യവസ്ഥ അല്ലെങ്കിൽ നിയമത്തിന്റെ സ്രോതസ്, നമ്മുടെ സോഴ്സ് ഓഫ് നമ്മൾ ഭരിക്കപ്പെടുന്നതിന്റെ സോഴ്സ് നമ്മളിവിടെ ജീവിക്കുന്നതിന്റെയും എല്ലാത്തിന്റെയും ഒരു സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, അഴിമതി നിരോധന നിയമം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയെന്ന് എടുത്തെഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം.
കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. അപ്പൊ കുട്ടികളുടെ അവകാശ ഉടമ്പടി 1989 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും പിന്നെന്തിനാണ് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്നതാണ് നമ്മുടെ പോക്സോ ആക്ട്. പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. നമ്മൾ ഇത് പറയുമ്പോഴത്തേക്കും ഏതാണ് ബാലവേല നിരോധന നിയമം വരുമ്പോൾ അതിൽ കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക കേട്ടോ. ഇവിടെയാണെങ്കിൽ അത് 18 അപ്പൊ ഈ നിയമത്തിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് എന്താണ്, സുരക്ഷിതമല്ലാത്തതായ സ്പർശം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടാകുന്നുവോ അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും കുട്ടികളെ അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുന്നത്. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ പോക്സോ ആക്ടിലെ വകുപ്പ് 19 പ്രകാരം ആരാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ, ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ്. അപ്പൊ എന്താണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അറിയിക്കേണ്ടില്ല, നമുക്ക് അറിയിക്കുന്നത് എവിടെയൊക്കെ അറിയിക്കാം, കുട്ടികളുമായി ബന്ധപ്പെട്ട എവിടെ വേണമെങ്കിലും നമുക്ക് അറിയിക്കാം. ബാലാവകാശ കമ്മീഷനിലൊക്കെ നമുക്ക് ചെന്ന് അറിയിക്കാൻ പറ്റും. ഇതേപോലെ പോക്സോ ആക്ട് നിയമപ്രകാരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയിക്കാം. പക്ഷെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായതായിട്ട് അറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഒന്ന് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, അതല്ലെങ്കിൽ ആരാണ്? ലോക്കൽ പോലീസ് ആണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. ചൈൽഡ് വെൽഫെയർ ഓഫീസർ. അപ്പൊ ഇങ്ങനെ ഈ പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നതാണ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ. എന്താണ്? ചൈൽഡ് വെൽഫെയർ ഓഫീസർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2005 വരുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പോക്സോ ആക്ടിലെ 44 വകുപ്പ് പ്രകാരം ഒരു പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വകുപ്പൊക്കെ പഠിക്കുക. 44 വകുപ്പ് പ്രകാരമാണ്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. പിന്നെന്താണ്, നമ്മുടെ സ്പെഷ്യൽ ജുവനൈൽസ് പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വകുപ്പ് 19 പ്രകാരമാണ് എന്നതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക. അത് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് അവരിതിൽ കൊടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ജ്ഞാനാത്വത്തിൽ ഏകത്വം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡ് നിർമ്മിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസ് ആണ്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട. നമുക്ക് ആവശ്യം ജോലിയാണ്. അപ്പൊ നമുക്കിനി ഏറ്റവും ആവശ്യമുള്ളത് ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. പിറ്റേ വർഷം 51 തന്നെ അത് ഭേദഗതി ചെയ്ത് 8 പട്ടിക ഉണ്ടായിരുന്നത് അത് എത്രയായി മാറി? 9 മാറി. അപ്പോൾ 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ഇതിലാണ് പട്ടിക 9 മാറി. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ടത് 1976 42 ഭേദഗതിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ 42 ഭേദഗതിയാണ്. ഇതിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അടുത്ത വരുന്നത് 44 ഭേദഗതിയാണ്. വളരെ ഇമ്പോർട്ടന്റ്. 1978 44 ഭേദഗതി. ഇതിലെന്താണ്? സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെയായി. അത് പിന്നെന്ത് മാത്രമായി? ഒരു നിയമാവകാശം മാത്രമായി സ്വത്തവകാശം മാറി. 1992 73 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നിലവിൽ വന്നു. 74 ഭേദഗതി പ്രകാരം നഗരപാലിക നിയമം നിലവിൽ വന്നു. അപ്പോൾ 92 പിന്നെന്താണ് 3, 4 എന്ന് ഓർത്താൽ മതി. അപ്പൊ 1992 73 ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം, 74 ഭേദഗതി നഗരപാലിക നിയമം.
2002 86 ഭേദഗതി കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറി. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയ ഭേദഗതിയാണ് 2002 86 ഭേദഗതി. അടുത്തത് 2016 101 ഭേദഗതി. 2006 101 ഭേദഗതി പ്രകാരം GST അല്ലെങ്കിൽ നമ്മുടെ ചരക്കു സേവന നികുതി GST ഉൾക്കൊള്ളിച്ചു. അവസാനത്തെ ഭേദഗതി, ഇവിടെ അവസാനത്തെ ഭേദഗതി എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവസാന ഭേദഗതി ഏതാണ്? 2023 106 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നാളെ ഇതുവരെ 106 ഭരണഘടനാ ഭേദഗതികളാണ് ഉണ്ടായിട്ടുള്ളത്. 2023 106 ഭേദഗതി എന്തായിരുന്നു? 106 ഭേദഗതി നമ്മുടെ വനിതാ സംവരണം, ലോകസഭ, സംസ്ഥാന നിയമസഭ, പിന്നെന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവിടേക്കുള്ള വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് 106 ഭേദഗതി. അപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ആണ്. 76 എന്തെല്ലാം ആശയങ്ങൾ 76 42 ഭേദഗതി എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, എന്തൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ആദ്യമായി വരുത്തിയ മാറ്റം 1-ാം ഭരണഘടനാ ഭേദഗതി 1951. വന്ന മാറ്റം എന്താണ്? 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? എത്ര കാലം? അതായത് 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിട്ട് വന്നതാണ് നമ്മുടെ സ്വത്തവകാശം. അത് കഴിഞ്ഞ് 1978 വരെ നിന്നല്ലേ? അപ്പൊ 50 മുതൽ 78 വരെ, 1978 വരെ. അപ്പൊ എത്ര വർഷം? 28 വർഷം നിലനിന്നു. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ? ആണ്. 86 ഭേദഗതി 2002 86 ഭേദഗതി പ്രകാരം ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്രയാണ്? 106 ഭേദഗതികളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ളത്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അപ്പൊ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. അപ്പൊ എന്താണ്? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയുള്ള മാറ്റങ്ങൾ? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പണ്ടത്തെ രീതികൾ അനുസരിച്ച് കൊണ്ടുവന്ന ഈ ഭരണഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് എന്ത് ചെയ്യാൻ കഴിയും? ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. എന്നാൽ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നമ്മുടെ പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട്, അതിൽ മാറ്റം വരുത്തുന്ന രീതിയിലായിരിക്കരുത് ഭേദഗതി. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു കേസുണ്ട്. അടുത്തിടെ 50 വർഷം തികഞ്ഞ ഒരു കേസാണ്. അടിത്തറയിളകരുത്. നോക്കാം. 1973 കാസർഗോഡ് ഇടനീർ മഠത്തിലെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഏതായിരുന്നു അത് കേസ്? നമുക്കറിയാവുന്നതാണ്. 1973 കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള. അപ്പോൾ ഞാൻ ഈ ക്ലാസ് പറഞ്ഞു പോകുന്നത് ഇതിലുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും നോട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഈ വിദ്യാഭ്യാസം മൗലികാവകാശമായത് 2002 86 ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86 ഭേദഗതി. 2009 ഓഗസ്റ്റ് 4-നാണ് എന്താ ഈ ഭേദഗതി അനുസരിച്ച് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. 2009 ഓഗസ്റ്റ് 4. ഈ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1-നാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇത് പ്രകാരം 6 മുതൽ 11 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം. എത്ര മുതൽ എത്ര വരെ? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. പിന്നെ പറയുന്നത് നമ്മുടെ ചെറു ഭരണഘടന, നമ്മുടെ
1976 42 ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാന നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം 42 ഭരണഘടനാ ഭേദഗതി കൂടുതൽ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ പിന്നെ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാ നിയമവും എല്ലാവരും അംഗീകരിക്കില്ല. അതാണ്ട് മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണം. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. രാജ്യത്തിന്റെയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. അപ്പോൾ ഇത് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടുന്നതെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ജനങ്ങളുടെ വ്യത്യസ്ത താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. അപ്പൊ തന്നെ ചിലർക്ക് നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. ചിലരിങ്ങനെ ഞാൻ മദ്യത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, മദ്യനിരോധനം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും മദ്യനിരോധനം വേണമെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ മദ്യം കിട്ടാതിരുന്ന സമയത്ത് കുറെ പേര് വേറെ എന്തൊക്കെയോ കുടിച്ചിട്ട് മരണപ്പെട്ട സാഹചര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് വേണം, മദ്യ നിരോധനം വേണം. ഒരളവിൽ കൂടുതൽ ആർക്കും ഇത് ലഭ്യമാകാതിരിക്കട്ടെ അല്ലെ, ഒരളവിൽ കൂടുതൽ ആർക്കും ഇത് കിട്ടാതിരിക്കണം, അതാണ് വേണ്ടത്. അല്ല പൂർണ്ണമായിട്ട് നമുക്ക് നിരോധിക്കാനാകില്ല. കാര്യം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അവരും നമ്മുടെ പൗരന്മാരാണ്. അവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അവര് ഇത് കിട്ടിയില്ലെങ്കിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മദ്യം നമ്മൾ ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ അവര് വാറ്റും. അവര് പല രീതിയിൽ അതിന്റെ സോഴ്സ് കണ്ടെത്താനാവും. ആ സമയത്തൊക്കെ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ സാനിറ്റൈസർ ഒക്കെ കുടിച്ച് മരണപ്പെട്ടവരുണ്ട്. അപ്പൊ അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അപ്പൊ നിയമത്തെ കുറിച്ച് അധികം അറിവില്ലാത്തവരാണ് പറയുന്നത് മദ്യനിരോധനം വരട്ടെ, അത് വരട്ടെ, ഇത് വരട്ടെ എന്ന്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കോൺസിക്യൂഷൻസ് ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഒരു നിയമം നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളിയാണ്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. അപ്പോൾ പൊതുവായിട്ടൊരു നിയമം വരുമ്പോൾ എല്ലാവരും അതെന്ത് ചെയ്യണം? അനുസരിക്കണം. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പുതിയൊരു നിയമം വരുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് സമരങ്ങൾ വഴിയും പല പ്രക്ഷോഭങ്ങൾ വഴിയും നമ്മളത് അറിയിക്കാറുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്താൻ കഴിയൂ. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് എന്നുകൂടിയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് അവർക്കുള്ള തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അടുത്ത ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒത്തിരി പോയിന്റ്സ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, നോട്ട് വേണ്ടവർ കമന്റ് ചെയ്യുക. ഓക്കെ.